വനിതാ സംവരണ ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ നിർണായകമായ വനിതാ സംവരണ ബില്ല് ഈ വ്യാഴാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നടന്ന നാരീശക്തൻ വന്ദൻ സംഗമത്തിലാണ് പ്രധാനമന്ത്രി സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്നായി ഇതിനെ വിശേഷിപ്പിച്ച അദ്ദേഹം സ്ത്രീശക്തിക്കായി ഈ ചരിത്ര നീക്കം സമർപ്പിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീകൾ ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും അവരുടെ പങ്കാളിത്തം ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വനിതാ കേന്ദ്രീകൃതമായ വികസനമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഈ തീരുമാനം ഇന്ത്യയുടെ ഭാവി മാറ്റുമെന്നും മോദി പറഞ്ഞു. ഏപ്രിൽ 16-ന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാകും. 2023-ൽ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായാണ് പാർലമെന്റ് വനിതാ സംവരണ ബില്ല് പാസാക്കിയത്. 2023-ലെ മാതൃകയിൽ ഇത്തവണയും ബില്ല് ഒറ്റക്കെട്ടായി പാസാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 2029ഓടെ വനിതാ സംവരണം പൂർണ്ണമായും നടപ്പിലാക്കണമെന്നതാണ് പൊതുവായ ആവശ്യമെന്നും ഇതിനായി സഭയിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകാനുള്ള ശ്രമമാണിതെന്നും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീശക്തി നിർണായകമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാരീശക്തൻ വന്ദൻ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും നാരീശക്തൻ വന്ദൻ സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. വനിതാ സംവരണ ബിൽ നടപ്പാക്കാനായി ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എണ്ണം 50% കൂട്ടുകയെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായി അവതരിപ്പിച്ചിരിക്കുന്നത്. 2011-ലെ സെൻസസ് അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് നിർദ്ദേശം. ഇതനുസരിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്നും 816-ആയി ഉയരും. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ളതിന്റെ 50% കൂടി സീറ്റുകൾ കൂട്ടാനാണ് നിർദ്ദേശം. ഇതിനുശേഷം ആകെ 1/3 അതായത് 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30-ആയും നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210-ആയും ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ വർദ്ധിക്കും. ഇക്കാര്യത്തിലടക്കം വിശദമായ ചർച്ചകൾ നടക്കും.